ഹായ് ഗൈസ്, രാമായണ സ്റ്റോറി സിനിമയായിട്ട് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു പുത്തൻ വേർഷൻ, ഒരു ബ്രഹ്മാണ്ഡ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ. റിയാക്ട് ചെയ്യാൻ മിസ്സായി പോയി. രാമനായിട്ട് രൺബീർ കപൂർ, സീതയായിട്ട് സായി പല്ലവി, രാവണനായിട്ട് യാഷ്, ഹനുമാനായിട്ട് സണ്ണി ഡിയോൾ, അങ്ങനെ ഒരു ഹെവി കാസ്റ്റിൽ വരുന്ന ഒരു സംഭവം. മാത്രമല്ല രാമായണം ഇങ്ങനെ പല പല വേർഷൻസ് ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് കാണുമ്പോണ്ടല്ല, ഇത് ജസ്റ്റ് വന്നു പോകേണ്ട ഒരു സംഭവമല്ല, ഇതൊരു ഹിസ്റ്ററി ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം അവരുടെ ഒഫീഷ്യൽ വീഡിയോ കാണുന്നതിന് മുന്നേ ടീസർ ഫോക്സ് ഒരു ട്രെയിലർ ഇറക്കിയിട്ടുണ്ട്. രാമായണ ക്യാരക്ടേഴ്സ് ബേസ്ഡ് ആയിട്ട് ഒരു ടീസർ ഇറക്കിയിട്ടുണ്ട്. കിട്ടലായിട്ടുണ്ട്. നമുക്കത് നേരെ കണ്ടു നോക്കാം. വായോ. In a time of truth and dharma, a prince was born. Rama, a warrior, a savior, a legend. Bound by love, tested by fate, banished for 14 years into a world ruled by darkness. From the golden kingdom of Lanka rose a demon king, and with him the storm of war. But the fire of righteousness will rise with allies divine and a war for love and honor. The battle begins. This is the legend of Rama, the triumph of light over darkness. This is Ramayana. Yes, we are waiting. In cinemas, Diwali 2026. ചില്ലറപ്പെട്ട ഒരു സാധനം ഒന്നല്ല ലോഡിങ് ആയിരിക്കുന്നത്. ഹാൻസ് സിമ്മറും AR റഹ്മാനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. അതാ സംഭവത്തിൽ തന്നെ ഉണ്ട്. ഇത് അവർ എഡിറ്റഡ് വേർഷൻ ആണ്, ഇത് ഇറക്കിയതാണ്. ഒറിജിനൽ സാധനം നമുക്ക് കാണാനുണ്ട്, അത് വരട്ടെ. ഒഫീഷ്യലി ഇറക്കിയ വീഡിയോയിലുണ്ടല്ലോ, ശരിക്കും ക്യാരക്ടേഴ്സിനെ ടോട്ടലി റിവീൽ ചെയ്തിട്ടില്ല. രൺവീറിന്റെ ഫേസിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ യാഷിന്റെ വളരെ കുറച്ച് ഫേസിന്റെ ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അവരുടെ ഒരു ക്യാരക്ടർ ലുക്ക് കാണാൻ ഹൈലി വെയിറ്റിംഗ് ആണ്. ഇത് ടീസർ ഫോക്സ് ഇറക്കിയ ട്രെയിലറാണ്, കിട്ടുമായിട്ടുണ്ട്. ഓരോ ആളുടെയും കാണിച്ച് ആ ഒരു സൗണ്ടും ആ ഒരു എന്താ പറയുക ഡിസ്ക്രിപ്ഷനിലും വരുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് ഹെവിയാണ്. ആദ്യ പുരുഷൊക്കെ ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ തിയേറ്ററിൽ പോയത്. അവരൊക്കെ ഇത് കണ്ടു പഠിക്കുക. അതിനുള്ള ഒരു സാധനം ലോഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർ എല്ലാ സംഭവവും ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. 1600 കോടിക്ക് വരുന്ന സാധനമായത് 2 പാർട്ടായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ദീപാവലി 2026 ഫസ്റ്റ് പാർട്ടും ദീപാവലി 2027 സെക്കൻഡ് പാർട്ടും വരും. ടോട്ടൽ 1600 കോടി. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ വരുന്ന സാധനമല്ല. മ്യൂസിക് ഒക്കെ വേൾഡ് ഫേമസ് മ്യൂസീഷ്യൻ ഹാൻസ് സിമ്മറും അതുപോലെ നമ്മളെ ഇന്ത്യയുടെ സ്വന്തം AR റഹ്മാനും ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഹിസ്റ്റോറിക്കൽ ആവാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. മ്യൂസിക്കൽ വിഷ്വൽ ട്രീറ്റ് തന്നെ ഗംഭീരമായുള്ള സാധ്യതയുണ്ട്. അതില് നമുക്ക് ആ ഒരു രാമായണം ഫീലിങ്ങും അതിന്റെ ഒരു ഹിസ്റ്ററിയും അതിന്റെ ഒരു ട്രഡീഷനും എല്ലാം അതിൽ ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ശരിക്കും രാമായണ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഒഫീഷ്യൽ. ആ വീഡിയോ നമുക്ക് നേരെ കാണാം. വാ. നമിത് മൽഹോത്രാസ് രാമായണ ദ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വരുന്നത്. 1.5 കോടി ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. വാ. Since the existence of time, 3 worlds. Brahma, God who creates. Vishnu, who protects. Shiva, God who destroys. But in their creation, threatened to take over the 3 worlds. The war to end the all war begins. രാവണൻ കൈയുടെ കട്ടി. World War 2026. Oh, Rama!
വീഡിയോ ഭയങ്കര ക്ലാരിറ്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. രാമായണം അവർ ട്രൂത്ത്, അവർ ഹിസ്റ്ററി. ഹൈലി വെയിറ്റിംഗ് ആണ്. പാർട്ട് 1 അടുത്ത കൊല്ലം ദിവാലിക്ക് ഇറങ്ങും. അതിന്റെ നെക്സ്റ്റ് ഇയർ വരും. സീതയെ കാണിച്ചില്ല, ലക്ഷ്മണനെ കാണിച്ചില്ല, ഹനുമാനെ കാണിച്ചില്ല. അവരൊക്കെ പേരൊക്കെ കൊടുക്കുക ചെയ്തിട്ടുള്ളൂ. സണ്ണി ഡിയോളാണ് ഹനുമാനായിട്ട്, സീതയായിട്ട് സായി പല്ലവി. രണ്ടാളും കാണിച്ചില്ല. കാര്യമായിട്ട് കാണിച്ചത് രാമനും രാവണനും. രൺബീർ കപൂറിനും യാഷിനെയും മാത്രം കാണിച്ചിട്ട്. യാഷിന്റെ ലുക്കൊക്കെ പൊളിച്ച്, ആ നോട്ടൊക്കെ പൊളിച്ചിട്ടുണ്ട്. രൺബീർ ആ കേറി വന്ന അമ്പവില്ലും ചെയ്യുന്നതൊക്കെ കിടുവായിട്ടുണ്ട്. സീൻ ഉറപ്പായിട്ടും നല്ല ചെലവിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടെക്നിക്കൽ ടീം ഉണ്ടാവും. അപ്പൊ സിനിമാറ്റോഗ്രാഫിയും അതിന്റെ CGI എഫക്റ്റും എല്ലാം VFX എല്ലാം പൊളിക്കാനുള്ള ഒരു പ്രതീക്ഷ തരുന്നുണ്ട് ഈ ഒരു സാധനം, ഈ ഒരു വീഡിയോ. അതിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഹൈലി വെയിറ്റിംഗ് ആണ്. നമുക്ക് ആദ്യ പുരുഷനിൽ കിട്ടാത്തൊരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്കിതിൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ബാഹുബലി പോലെ അല്ലെങ്കിൽ അതുക്കും മേലെ ആവാനുള്ള ഒരു സംഭവം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ക്രൂ ഇതിലുണ്ട്. പ്രത്യേകിച്ച് മ്യൂസിക് ഒക്കെ ഹെവിയാണ്. അടിപൊളി CGI VFX വർക്കിന് പൊന്നിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ ഈ രാമായണയുടെ ഒഫീഷ്യൽ രാമായണ ഇൻട്രൊഡക്ഷന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടുവാ? അതുപോലെ തന്നെ ടീസർ ഫോക്സിന്റെ ട്രെയിലർ എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടുവോ? എന്തൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചും എങ്ങനെ ഉണ്ടാവും ഈ പടം? ഇത് ആദ്യ പുരുഷ പോലെ മോശമാവാൻ സാധ്യതയുണ്ടോ? അത് അല്ല, നമ്മൾ ബാഹുബലിയോ അല്ലെങ്കിൽ അതുക്കും മേലെ ആവുക. എന്തൊക്കെയാണ് സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകള്? രാമനായിട്ട് രൺബീർ പൊളിക്കൂലേ? സീതയായിട്ട് സായി പല്ലവി പൊളിക്കൂലേ? അതുപോലെ തന്നെ യശ് രാവണൻ കിടക്കൂലേ? യശിന്റെ നോട്ടും സംഭവങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട്. എനിക്ക് വമ്പ പ്രതീക്ഷയുണ്ട് ഈ ഒരു ക്രൂ കാസ്റ്റും സംഭവത്തില്. നിങ്ങൾക്കുള്ള പ്രതീക്ഷകൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഓർമ്മ മറക്കരുത്. അപ്പൊ അത്രയല്ല, ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യലി ഷൈ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ